ഇന്ന് ഗുരുവായൂർ ദ്വാദശി പണസമർപ്പണം വെച്ച് നമസ്കാരം. യജ്ഞ സംസ്കാരം നിലനിർത്തുന്നതിന് സമൂഹം നടത്തുന്ന ഈ സമർപ്പണമാണ് വെച്ച് നമസ്കാരമായും ദ്വാദശി പണസമർപ്പണമായും കാലക്രമേണ ക്ഷേത്രങ്ങളിലും മറ്റും ആചരിച്ചു വരുന്നത്. എന്താണ് ദ്വാദശി സമർപ്പണം? ഗുരുവായൂർ ഏകാദശിക്ക് ശേഷം നടക്കുന്ന പ്രഥമ ചടങ്ങാണ് ദ്വാദശി സമർപ്പണം. ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെ പൂർണ്ണതയ്ക്കായി സമർപ്പിക്കുന്ന ആചാര്യ ദക്ഷിണയാണ് ദ്വാദശി സമർപ്പണം. ഏകാദശി തുടങ്ങുമ്പോൾ മുതൽ ഉപവാസവും അവസാനിക്കുമ്പോൾ ആചാര്യന്മാർക്ക് ദക്ഷിണ നൽകി പാരണ ചെയ്ത് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുകയും വേണം. അഗ്നിഹോത്രികൾക്കാണ് ഗുരുവായൂരിൽ ദ്വാദശി പണസമർപ്പണം. അഗ്നിഹോത്രികൾ കർമ്മികളാണ്. സമൂഹത്തിനു വേണ്ടി ഒന്നിച്ച് രണ്ടുപേരും കൂടി ദമ്പതികൾ അഗ്നിയെ സൂക്ഷിക്കുന്നു. ആ അഗ്നി അവരുടെ തേജസ്സിൻ്റെ പ്രതീകമാണ്. ആ തേജസ്സിനെ പഞ്ചയജ്ഞം കൊണ്ട് പോഷിപ്പിച്ച് ജീവിതാന്ത്യം വരെ നിലനിർത്തുന്നു. ഈ പഞ്ചയജ്ഞം വേദത്തെയും തേജസ്സിനെയും ഭൂതങ്ങളെയും പിതൃക്കളെയും മനുഷ്യരെയും സേവിക്കലാണ്. തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ദുരിതം തീരുന്നത് കാണുന്ന സ്വർഗീയ അനുഭൂതിയാണ് ഓരോ യജമാനനും അനുഭവിക്കുന്നത്. യാഗങ്ങളിലൂടെ അഗ്നിഹോത്രികൾ കർമ്മികളാണ്. കർമ്മങ്ങൾ ചെയ്ത് നിത്യവും അഗ്നികളെ ഹോമാനുഷ്ഠാനത്തിനായി സൂക്ഷിച്ച് ഭൂതബലി അനുഷ്ഠിക്കുന്നവരാണ് അവർ. ഇല്ലത്തിരുന്ന് ജപം ചെയ്യുന്നു. രാവിലെ വൈകുന്നേരം ക്രിയകൾ ചെയ്യണം. യാഗാഗ്നി കെടാതെ സൂക്ഷിക്കണം. അവരുടെ കർമ്മങ്ങൾ മുഴുവൻ ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. തങ്ങളുടെ കൈവശമുള്ളതെല്ലാം സാമൂഹ്യ നന്മയ്ക്കായി യജ്ഞങ്ങളിലൂടെ ചിലവഴിച്ചവരാണ് അവർ. അന്നുവരെ സമ്പാദിച്ചത് മുഴുവൻ യജ്ഞസമാഹരണത്തിനും സമൂഹത്തിനും വേണ്ടി ചെലവഴിച്ച് ബാക്കിയുള്ള ദ്രവ്യം മടിശീല അഴിച്ച് ആചാര്യനെ ഏൽപ്പിക്കും. പ്രതീക്ഷയാണ്. യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി സമൂഹം സഹായിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് എല്ലാം ചെയ്യുന്നത്. യജ്ഞപ്രിയനായ സാക്ഷാൽ ഗുരുവായൂരപ്പൻ യാഗധാരികളെ പ്രോത്സാഹിപ്പിക്കാനും യജ്ഞസംസ്കാരം നിലനിർത്തുന്നതിനുമായി ദ്വാദശി സമർപ്പണത്തിലൂടെ ഭക്തർക്ക് അവസരം നൽകുന്ന ദ്വാദശി സമർപ്പണ ചടങ്ങ്. ദ്വാദശി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി എത്തിയാണ് കഴിവുപോലെ ദ്വാദശി പണം സമർപ്പിക്കുന്നത്. ദക്ഷിണ സ്വീകരിച്ച് അഗ്നിഹോത്രികൾ കൈകൊട്ടി ഭക്തരെ അനുഗ്രഹിക്കും. ശുഗപുരം, പെരുവനം, ഇരിങ്ങാലക്കുട ഗ്രാമങ്ങളിലെ അഗ്നിഹോത്രാനുഷ്ഠാനമുള്ള ആചാര്യന്മാർക്കാണ് ദ്വാദശി പണം വെച്ച് നമസ്കാരം നടത്തുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഇന്ന് ദ്വാദശി. നമുക്ക് ഗുരുവായൂർ അമ്പലം ഒന്ന് ചുറ്റി കാണാം അല്ലേ?